നമുക്ക് എല്ലാം കൂടെ അറൗണ്ട് 150 അടുത്തായി കേട്ടോ. അതായത് 1,50,000 അടുത്ത് ഇത് വന്നു റേറ്റ്, നമുക്ക് എക്സ്പെൻസ് എല്ലാം കൂടെ. അതെ, ഞങ്ങളുടെ RC കേട്ടോ ഇരിക്കുന്നത്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു AGVയുടെ ഒരു ഹെൽമെറ്റ് ആട്ടോ. അതായത് AGVയുടെ പിസ്റ്റ GP RR എന്ന് പറയുന്ന AGVയുടെ ഒരു ഹെൽമെറ്റാണ്. അവന്മാരവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റും പിന്നെ ഒരു ജാക്കറ്റും ഒരു ഗ്ലൗസിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു റിവ്യൂ ആയിട്ട് കൂട്ടേണ്ട ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 1,13,000 രൂപയാണ്. അതായത് ഈ ഹെൽമെറ്റിന് മാത്രം 1,05,000 രൂപയും പിന്നെ അതിൻ്റെ വൈസറിന് 8,000 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു അൺബോക്സിങ് ഒരു വീഡിയോ ആയിരിക്കും ഇതിൻ്റേത്. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പം ഗൈസ്, നമുക്കത് ഈ ഒരു ഹെൽമെറ്റിന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. കാണിച്ചേക്കാം. എടാ ഒരാൾ വരാവടാ, വാ തുറന്നെടുക്ക്, അങ്ങനെ എടുക്ക്, ഹെൽമെറ്റ് ഇങ്ങനെ നോക്കിക്കോ. അപ്പം ഗൈസ്, ഇതാട്ടോ ഹെൽമെറ്റ്. ഇത് നമ്മൾ അവസാനം കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ആദ്യമേ കാണിച്ചു തരാം എന്നൊക്കെ ഉള്ളതെന്ന്. ഫസ്റ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാഡിങ്സ് ആട്ടോ. അതായത് ഹെൽമെറ്റ് ഇപ്പം ചെറിയ ലൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് ഇരുന്നോളൂ. അതുകൂടാതെ പിന്നെ അപ്പം ഇത് ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുന്നത് വെള്ളം ഗ്ലാസ് പിടിക്കാതിരിക്കാനുള്ളൊരു ഇതാണ് കേട്ടോ. ഇത് നമ്മളിത് പീൽ ചെയ്തിട്ട് അതിലേക്ക് ഒട്ടിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിൻലോക്കും ഉണ്ട്. ഇത് കണ്ടില്ലേ, പിൻലോക്കും ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് പിടിച്ചേടാ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് വാരൻറ്റിയും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. അതുകൂടാതെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അത് ഹെൽമെറ്റ് കാണിച്ചിട്ട് കാണിക്കാം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇത് നമ്മുടെ സിലിക്കോൺ ഓയിൽ, അതായത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ വൈസർ ക്ലീൻ ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ അതെ ഇതുപോലെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റിക്കറും ഉണ്ട് കേട്ടോ. അതെ, AGVയുടെ ഒരു സ്റ്റിക്കറും ഉണ്ട്. അപ്പോൾ ഇവന്മാരത് എവിടെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പിറുപിറുത്തുന്നുണ്ട്. അതാ കേട്ടോ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക. അവൻ ആ സ്റ്റിക്കർ വേണം, തരത്തില്ല. ഇവനാ കേട്ടോ സ്റ്റിക്കർ വേണ്ടത്. എന്തിയേ ഗൈസ്, ഇവിടെ ഉണ്ട്, ഇവിടെ ഒളിച്ചിരിക്കുന്നു. ഇവനാട്ടോ ആ സ്റ്റിക്കർ വേണ്ടത്. അപ്പോൾ അവന് കൊടുക്കത്തില്ലത്. അതെ, ഡെമോ കിട്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് AGVയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പേപ്പർ വർക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാം. ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഗൈസ്, നമ്മളിതേ ഇനിയിപ്പോൾ ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാം. അല്ല, നിങ്ങളെടുത്ത് അൺബോക്സ് ചെയ്തു. കമോൺ എട് പിടി. കമോൺ, ആരാ അൺബോക്സ് ചെയ്യുന്ന ആരാ? നമ്മുടെ ഡെമോ കിഡാണ്. കമോൺ, പവറാട്ടെ. അടിവശം കാണിച്ചു കേട്ടോ, പുറം കാണിക്കണ്ട. കാണിക്കാട്ടോ, ഞാൻ കാണിക്കാതെ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽമെറ്റ്. നോക്കിക്കേ, മൊത്തത്തിൽ അടിപൊളിയാണ്. ഗൈസ്, ഇവിടെ മഴ അത്യാവശ്യം ചാറുന്നുണ്ട്. ഇത് നോക്കിക്കേ. ഈ ഹെൽമെറ്റ് ഒന്ന് നല്ലപോലെ പിടിച്ചേടാ, വാടാ. ഓക്കെ ഗൈസ്, ഫുള്ള് തിരിച്ച് കാണിച്ചു വിടാം. ഗൈസ്, ഇതാട്ടോ നമ്മുടെ സംഭവം. ഇതാണ് AGVയുടെ പിസ്റ്റ GP RR എന്ന് പറയുന്നത്. അപ്പം ഗൈസ് ഇതാട്ടോ ഹെൽമെറ്റ്. വെളിയിൽ മഴയായി, അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറാം. നോക്കിക്കേ, മൊത്തത്തിൽ അടിപൊളിയാണ്. എന്താ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിക്കേ,
ഫുള്ള് മൊത്തം അതെ ഈ ഇവിടെ ഇത് ഫുള്ള് കാർബൺ ഫൈബറിലാട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. മനസ്സിലാവുമല്ലോ. ഇതുണ്ട് ഫുള്ള് കാർബൺ ഫൈബറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ക്രോം ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ക്രോം അല്ലേടാ ഇത് അപ്പോൾ ഇത് ഇവിടെ ഒരു ക്രോം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗം നോക്കിയേ ഉണ്ടോ, ഇവിടെ നല്ലൊരു എയർ ഡെൻറ്റ് 2 കൊടുത്തിട്ടുണ്ട്. അതും ഇതാ ക്ലോസ് ചെയ്യാം. ഇത് അകത്തുനിന്ന് ക്ലോസ് ചെയ്യാൻ ടൈപ്പാട്ടോ. അത് 2 ഉണ്ട്. ഇത് പിന്നെ ഇവിടെ ഈ ഒരു വൈസർ ഓപ്പൺ ചെയ്തേടാ. വൈസർ ഓപ്പൺ ചെയ്യാൻ നല്ലപോലെ പുഷ് ചെയ്യണം. കാരണം അത് ഇത് കറക്റ്റ് ഫിറ്റ് ആകാൻ വേണ്ടി, അതായത് ആ ഒരു ഷേപ്പ് കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയായിട്ടാണ്. കണ്ടോ ഇതുണ്ടോ, ഇതാണ് ലോക്ക്. ഇത് അടിപൊളിയാട്ടോ. അടച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന് കണ്ടോ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരുന്നോളും. ഒരു സീനും വരുന്നില്ല അതിൻ്റെ അകത്ത്. അതെ ഈ ഒരു സ്പോയിലർ നോക്കിയേ. ഈ സ്പോയിലർ വരുമ്പോൾ തന്നെ ആ ഒരു ഹെൽമെറ്റിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് മാരക ലുക്കാട്ടോ. ആ ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പ് എടുത്ത് കാണിച്ചാൽ ഇതുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറ കാണുന്ന രീതിയിലേ അല്ല, നല്ല അടിപൊളിയാട്ടോ. നേരിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഇത് നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. ഇതുണ്ടോ, നമ്മുടെ ഇത് ഇമ്പോർട്ട് ചെയ്യിച്ചതാണ്, അതായത് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യിച്ചതാണ്. അപ്പം ഗൈസ് ഇത് നോക്കിയാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സാധനം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള കേട്ടോ. ഇത് ശരിക്കും നമുക്ക് വെള്ളം കുടിക്കാനുള്ളതാണ്. ഇത് ഹൈഡ്രേഷൻ ബാഗിലേക്ക് കണക്ട് ചെയ്യും. അതായത് ഇവിടുന്ന് ജോയിൻ്റ് ഉണ്ട്. എന്നിട്ട് ആ സാധനം കാണിച്ചോളാം. അതെ ഇത് നമുക്ക് കുടിക്കാനുള്ള, വായു വെച്ച് കുടിക്കാനുള്ളതാണ്. ഇത് ബാക്കി കണക്ഷനാണ് കേട്ടോ. അതായത് ഇവിടെ ആയിട്ട് വരും, ഈ അകഭാഗത്തായിട്ട് വരും. അതായത് ഇതേന്ന് കണക്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു 2 സാധനം എന്ന് പറയുന്നത്. മൊത്തം നമുക്ക് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ പറ്റും അല്ലേടാ എന്നാണ് ഇവൻ പറഞ്ഞത്. അത് നമുക്ക് ആ ബാഗിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഇത് വെച്ചാണ് നമുക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു കണക്ക്. ഇത് പിടിച്ചാൽ അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് വെച്ച് കാണിക്കാം കേട്ടോ. വെക്കുമ്പോൾ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് മാരക ലുക്കായിരിക്കും. നമുക്ക് അല്ലേ വേണ്ട, ഞാൻ ആ ജാക്കറ്റും കൂടെ കാണിച്ചിട്ട് എല്ലാം സെറ്റായിട്ട് വെച്ച് കാണിക്കാം കേട്ടോ. അതായത് ഇട്ട് കാണിക്കാം. അപ്പം മാരകം എങ്ങനത്തെ ആ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാം. മാരക ലുക്കായിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും ആ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. നമ്മൾ ഇനിയിപ്പോൾ ആ ജാക്കറ്റും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ജാക്കറ്റ്. അതായത് ആൽഫൻസ്റ്റാറിൻ്റെ ജാക്കറ്റാണ് ഇത്. റേറ്റ് എന്ന് പറയുന്നത് 28 രൂപ റേറ്റ് വരുന്ന ഒരു ജാക്കറ്റാട്ടോ. അതായത് ഫുള്ള് വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ്. ഒന്ന് ഓപ്പൺ ആയിക്കോളാം. ഓക്കെ, തുറന്നു. ഫുള്ള് ലൈനറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഫുള്ള് വാട്ടർ പ്രൂഫുമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്. ഫുള്ള് നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ ഇതിൻ്റെ പാഡിങ്സൊക്കെ നോക്കി. ഇത് നോക്കി, ഈ ഒരു ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല പാഡിങ്സ് ആട്ടോ. ഇത് ഇതാട്ടോ നമ്മുടെ ജാക്കറ്റ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം നല്ല ഇതാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലൗസും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതും ആൽപൈൻസ്റ്റാറിൻ്റെ തന്നെയാണ്. ഇതിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണ്. 10 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 10 രൂപ എന്ന റേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് മൊത്തം എല്ലാം കൂടെ അറൗണ്ട് 150 അടുത്തായി കേട്ടോ. അതായത് 1,50,000 അടുത്ത് ഇത് വന്നു റേറ്റ് നമുക്ക്, എക്സ്പെൻസ് എല്ലാം കൂടെ. അതായത് ഇത് ഫുള്ള് ഇറ്റലിയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. കാരണം ആ ഒരു ഹെൽമെറ്റിന് തന്നെ ഞാൻ പറഞ്ഞില്ലേ 1,05,000 രൂപയാണ് ഹെൽമെറ്റിന് മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഇട്ടിട്ടുള്ളൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഫുള്ള് സെറ്റ് വിട്ട് ടീം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, നീ ഇപ്പുറത്തേക്ക് തന്നെടാ, ഇപ്പോൾ വെട്ടമില്ല. ഇവിടെ ഗൈസ് ഇത് നോക്കിയേ. അപ്പോൾ ഇതാണ് ഫുള്ള് നമ്മൾ എല്ലാ സാധനവും ഇട്ട്. ഇനിയിപ്പം റൈഡിങ് പാൻറ്റും ബൂട്ടും കൂടെ ഉണ്ട്, സെറ്റാട്ടോ. ഫുള്ള് അടിപൊളിയാണ്. സൈഡിലേക്കുള്ള ഷേപ്പ് കാണിച്ചാൽ അല്ല, ബാക്കിൽ നിന്നുള്ളൊരു ഷേപ്പ്. ഇത് സൈഡ് ലുക്ക്, ഇത് ബാക്കിൽ നിന്ന്. ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും പിന്നെ ഒരേപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കിയാടാ ഗൈസ്. ഇതാട്ടോ ഫ്രണ്ട് ലുക്ക്. അടിപൊളിയാണ്. ഫ്രണ്ടിൽ നിന്ന് അടിപൊളി. ഇനി ആ വണ്ടിയെ കയറി ഒന്നിരുന്ന് കാണിച്ചു തരാം ഗൈസ്. ഇനിയിപ്പം വണ്ടിയെ ഇരിക്കുന്ന കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ മൊത്തത്തിൽ അടിപൊളിയാണ്. കണ്ടോ നേരെ പിടിച്ചിരുന്നേടാ, പിടിച്ചിരുന്നേ വണ്ടിയിൽ ഹാൻഡിലേ പിടിയടാ. അങ്ങനെ ഇത് നോക്കിയേ മൊത്തം അടിപൊളിയാട്ടോ. അതായത് വണ്ടി സെറ്റപ്പാണ്. ഇപ്പം ആ ഒരു എല്ലാ നമ്മുടെ റൈഡിങ് ജാക്കറ്റും ഗ്ലൗസും ഹെൽമെറ്റും കൂടെ വന്നപ്പം തന്നെ ഒരു വേറൊരു ലുക്കായി കേട്ടോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അവനതിൽ ഓടി തിരിഞ്ഞ് നടപ്പുണ്ട്. അത് അവിടെ ഇരിപ്പുണ്ട്, അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 1,50,000 രൂപയുടെ റൈഡിങ് ഗിയേഴ്സ്. അതെ മുതൽ ഈ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു വണ്ടി എടുത്തു തരാം കേട്ടോ. അതെ ഞങ്ങളുടെ RC കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയുക. എടാ മാറിയിക്കടാ അവിടെ നിന്നോ. അപ്പം ഗായ്സ് നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ റെഡ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.